പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹം അറിയിച്ചുകൊള്ളുന്ന ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32:8 വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആലോചന ദൃഷ്ടി വെച്ച് നടത്തുക. എന്നെയും നിന്നെയും ദൈവത്തിൻ്റെ ഒരു അനുകൂലമായ കരം ദൈവസന്നിധിയിലുണ്ട്. എവിടെ പോയാലും എവിടെ പോകേണ്ടതെന്നുള്ളത്, ഏത് വഴി കൂടെ പോകണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവ ആലോചനയും ദൈവ ദൃഷ്ടി വെച്ച് നടത്തും. അതായത് ദൈവ മക്കൾക്കാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളത്. അവരുടെ കയ്യിൽ അകപ്പെടാതെ ദൈവ ആലോചന ദൃഷ്ടി വെച്ച് നടത്തും. പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ദൈവം എന്നുള്ള ആലോചനയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് വ്യക്തിയുടെ മുമ്പിലാണ് നീ ആ വ്യക്തിയെ കളിയാക്കിയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിഹസിക്കുന്നെങ്കിൽ, ഒളിച്ചിരുന്ന് ആരെങ്കിലും കൂടി ചെയ്യിപ്പിക്കുന്നെങ്കിൽ പണി വരും. കാരണം എന്ന് പറഞ്ഞാൽ അവസാനം നീ ദുഃഖിക്കേണ്ടി വരും. കണ്ണുനീരോടെ നീ കണ്ണുനീര് അനുഭവിക്കേണ്ടി വരും. അത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ല, ദൈവസ്വരതകൾ ദൈവദാസന്മാർ ബഹുമാനിക്കുകയും മാനിക്കുകയും ഒന്നും കൊടുക്കാനില്ലെങ്കിലും അവരെ മാനിക്കുകയും ചെയ്താൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. ഈ രണ്ട് വിഷയത്തിൽ റിസൾട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാകും. തീയതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം കളിച്ച കാര്യമല്ല. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അത് തമാശയായി തോന്നുമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ അത് നീ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നീട് അറിഞ്ഞോളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത് ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവസാനം അന്തമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരം നിനക്ക് ഭാരമായി വരാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? ദൈവദാസന്മാർക്കും ദൈവത്തിനും അനുകൂലമായ കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാർ തെണ്ടികളൊന്നുമല്ല. നീ ഒരുപക്ഷെ തെണ്ടിയെന്ന് പറയിപ്പിച്ചാൽ തിരിച്ച് നീ തന്നെ തെണ്ടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്. എന്താണ് നീ കാണിക്കുന്നത്?